മറ്റു പുതിയ വീട്ടിലേക്ക് കയറുന്ന സാർ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കോട്ടയത്താണ്. കോട്ടയത്ത് നിന്ന് ഒരു കൊച്ചു മെഡിക്കൽ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. ദിയ എന്ന ഒരാളുടെ പേര്. ദിയ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ സത്യത്തിൽ ഇവിടെ അച്ഛയുടെ കൂടെ ഇങ്ങനെ ഓരോ ക്ലാസ് ഇല്ലാത്ത സമയത്ത് അച്ഛനൊക്കെ ഇങ്ങനെ സഹായിച്ച് വരുന്നതാണ്. അച്ഛൻ്റെ അവധിക്ക് ബോറടിച്ചിരുന്നപ്പോൾ അച്ഛയോട് ചോദിച്ചു, അച്ഛൻ കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. അച്ഛ പറഞ്ഞത് എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് കയറിക്കോളാൻ പറഞ്ഞു. അപ്പൊ ആ വഴി അങ്ങ് കൂടി അച്ഛയുടെ കൂടെ കൂടിയല്ലേ. ഈ വാഹനങ്ങളോട് പ്രത്യേകിച്ച് ബുള്ളറ്റിനോട് മാത്രമാണ് താല്പര്യം അതോ പൊതുവെ വാഹനങ്ങളോ എല്ലാത്തിനോടും താല്പര്യമുണ്ടോ? ഇല്ല, എനിക്ക് എല്ലാ വാഹനവും ഇഷ്ടമാണ്. പക്ഷെ എന്നായാലും ഇതിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. കൊച്ചിനെ പോലെ കണ്ടു വളർന്നതിന്റെ അതുകൊണ്ടായിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇത് റൈഡ് പോകാനെങ്കിൽ അങ്ങനെ പോകാന്നുള്ളതാണോ അതോ ഇത് മെയിൻ്റെനൻസ് ഫുള്ളായിട്ട് നമ്മൾ തന്നെ പഠിക്കണം, മൊത്തം തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണോ? ഉണ്ട്. അത് എനിക്കിതൊന്ന് പണിത് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇതെല്ലാം ഓടിച്ചാലൊക്കെ ഒന്ന് കൊള്ളാമെന്നുണ്ട്. ഓക്കെ. അപ്പോൾ അച്ഛൻ ഫുൾ സപ്പോർട്ടാണ്? അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാവരും സപ്പോർട്ടാണ്? എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് അല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ ഇപ്പോൾ പഠിച്ചോ? ഞാനിപ്പോൾ പുറത്തെ പണികളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പുറം പണികളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം ബ്രേക്ക് ഷൂ, കേബിള്, കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലേ? ജനറൽ സർവീസും ഫുള്ള് ചെയ്യും അല്ലേ? പുതിയ മോഡൽ മാത്രമേ ചെയ്യാറുള്ളൂ അതോ പഴയ മോഡൽ ചെയ്യാറുണ്ടോ? അല്ല, പുതിയ മോഡലാണ് ഞാൻ പിടിച്ചേക്കുന്നത്. പുതിയ മോഡലാണ്. അതെന്താ പഴയ മോഡൽ കുറച്ച് പാടല്ലേ? അപ്പോൾ എളുപ്പമുള്ള പണിക്ക് വേണ്ടി പോയേക്കുവാ അല്ലേ? ഓക്കെ. അപ്പം വരുന്ന ചേട്ടായിമാരൊക്കെ ഇപ്പം ഇവിടെ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോഴത്തെ മോള് പണിയുന്ന കാണുമ്പോൾ എന്തൊക്കെയാ അവരുടെ അഭിപ്രായം അല്ല അവരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? അവരാദ്യമേ കണ്ടപ്പോൾ ചെറുതായിട്ടൊക്കെ കിട്ടി. ചോദിച്ചു പുതിയ പണിക്കാരി കിട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് അവരെല്ലാം വന്നവരെല്ലാം നല്ല കട്ട സപ്പോർട്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞു നല്ലതാണ് മോളെ, ഒരു സൈഡ് പണി പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അതെപ്പോഴും അച്ഛയോട് വരുന്നവരെല്ലാം പറയും പിന്നെ ജോസഫേട്ട ബാലവേല എടുപ്പിക്കുകയാണ്, പോലീസ് പിടിക്കൂല എന്ന് പറയും. അപ്പൊ ഞാൻ പറയും എന്റെ കുഞ്ഞേട്ടൻ എനിക്ക് 18 വയസ്സായി എന്ന് പറഞ്ഞ് ഞാൻ അവരോട് പറയും. ഇല്ല, ഞാൻ ലേണേഴ്സ് കിട്ടിയിരിക്കുക. ഇനി 20-ാം തീയതി അത് കഴിഞ്ഞ പിന്നെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം റോഡോട് ഇറങ്ങാൻ പോകും അല്ലേ? വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ബുള്ളറ്റ് ഓടിക്കാനൊക്കെ അറിയാമല്ലോ? വീട്ടിന്റെ റോഡിലൊക്കെ നമ്മുടെ വീട്ടിനുള്ളിലൊക്കെ ഓടിക്കാറുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഇനി റോഡിലേക്ക് ഈ പറഞ്ഞ 20-ാം തീയതിക്ക് ശേഷം എപ്പോ വേണം പ്രതീക്ഷിക്കാം? അപ്പൊ ഇതിന് ശേഷം ഒരു റോഡ് ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്? ഞാനും എന്റെ അനിയത്തിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് എന്റെ അമ്മ വീട്ടിലൊന്ന് ബുള്ളറ്റേ പോകണം. കാരണം അമ്മ വീട് ഇടുക്കി സൈഡ് നല്ലൊരു രസമാണ്. നല്ല മഞ്ഞൊക്കെ വൈബ് പിടിച്ചങ്ങ് പോകുന്ന പരിപാടിയാ അല്ലേ? ഓക്കെ. ഇപ്പം അമ്മയും മോളും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇപ്പം ഓൾ ഇന്ത്യ പോകുന്നു, ഹിമാലയ പോകുന്നു, അങ്ങനെയുള്ള കൺസെപ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇതുവരെ അങ്ങനെ ചിന്തിച്ചൊന്നും തുടങ്ങിയിട്ടില്ല. ഇനി ചിന്തിക്കാം അല്ലേ? ഓക്കെ. അപ്പൊ ലൈസൻസ് കിട്ടി കഴിഞ്ഞ് നമ്മള് റോഡിലൊക്കെ ഒന്ന് ഓടി തെളിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ആദ്യം ലോക്കലോട്ടം ഓടി ഒന്ന് പിടിക്കട്ടല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോങ് പിടിക്കാം. ഓക്കെ. അപ്പൊ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാം ഇതുപോലെ ലോങ് ഒരു ഓട്ടം ഒക്കെ പോകുന്നുള്ളൂ അല്ലേ? എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള ആളാ? ഇഷ്ടമാണല്ലേ? ആസ്വദിച്ച് ഓടിച്ചു പോകണം അല്ലേ? അതാണ്. ഇപ്പൊ ആദ്യം അമ്മയുടെ വീട്ടിലോട്ടൊന്ന് ഇടുക്കിയിലോട്ടൊന്ന് പോകണം. ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രിപ്പ് അങ്ങോട്ടായിരിക്കും. അപ്പൊ ഇനിയിപ്പോ ഇന്ന് എന്താ പരിപാടി? ഇപ്പം എന്താ പരിപാടി ചെയ്തോണ്ടിരിക്കുന്നത്? അപ്പൊ നമ്മുടെ ആരോഗ്യത്തിന് അനുസരിച്ചുള്ള പണികൾ മാത്രമേ നമ്മൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? ഇനിയും 18 വയസ്സ് ഇപ്പൊ ആരോഗ്യം വെക്കാനാ?
വെട്ടലുണ്ട്. നമ്മൾ നേരെ പോകുമ്പോഴത്തേക്കും ഒരു കൈ വിട്ട് നോക്കുകയാണെങ്കിൽ കിടന്ന് ഇറക്കുക. പിന്നെ ഓയിൽ മാറുക 2 സെക്കൻഡാണ്. ഓക്കെ, ഇതാണ് ദിയയുടെ അച്ഛൻ ജോസഫേട്ടനാണ്. അപ്പോൾ പുള്ളി ഏകദേശം 30 കൊല്ലത്തിന് മേൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ബുള്ളറ്റിൻ്റെ ഫീൽഡിൽ. അപ്പം എനിക്ക് ചേട്ടനോട് ചോദിക്കാം ബാക്കി മോളുടെ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു താല്പര്യത്തിന് പിന്നിൽ സപ്പോർട്ട് ഇദ്ദേഹം തന്നെയാണ്. അപ്പം നമുക്ക് നേരിട്ട് തന്നെ ആളോട് ചോദിച്ച് അറിയാം. ചേട്ടൻ മോളിത് ഇങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോൾ എന്താണ് ചേട്ടന് തോന്നി? ഇപ്പം എൻ്റെ ലൈഫ് ഞാൻ ഇങ്ങനെ തുടങ്ങി, അതുപോലെ മോളെ അങ്ങോട്ട് കൊണ്ടുവരാൻ താല്പര്യമില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയായിരുന്നു? അങ്ങനെ തോന്നിയിട്ടില്ല. അവളുടെ ഇഷ്ടമല്ലേ നമുക്ക്. അവളെൻ്റെ മുത്താണ്. അവളെ എൻ്റെ കൂട്ടത്തിൽ നിന്നാലേ പണിയൊക്കെ പഠിച്ചല്ലേ രക്ഷപ്പെടത്തുള്ളൂ. ഓക്കെ, അപ്പൊ വേറെ എന്ത് ഫീൽഡിൽ പോയാലും ഇത് ഒരു സൈഡിൽ അവർ ഇവിടെ അനിയത്തിയുടെ ആഗ്രഹം സ്വന്തമായിട്ട് പണി പഠിച്ചിട്ട് അവർക്ക് തന്നെ വണ്ടി ഓടിച്ച് ഒരു ട്രിപ്പായിട്ട് പോകണം എന്നുള്ളതാണ്. അപ്പൊ പോകുന്ന വഴിക്ക് എന്തെങ്കിലും പറ്റിക്കാൻ തന്നെ ചെയ്യണം അല്ലേ? അതാണ് മെയിൻ പരിപാടി അല്ലേ? ധൈര്യം വേണം അവർ. അതിനുള്ള സെറ്റപ്പാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? എത്ര ഒരു കാര്യം കാണിച്ചു കഴിഞ്ഞാൽ അവള് പെട്ടെന്ന് അത് മനസ്സിലാക്കി ചെയ്യും. ഓക്കെ, അപ്പൊ ചേട്ടന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ മരക്കാർ മോട്ടോഴ്സിലായിരുന്നു. 87 കയറുന്നു അവിടെ പണി പഠിക്കാൻ കയറും. ഓക്കെ, അപ്പം 87 കയറിയിട്ട് 2008 കോട്ടയത്ത് മരക്കാർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ തുടങ്ങി. ഓക്കെ, അത് പയ്യെ ആൾക്കാർ വന്നു, അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു. ഫാമിലി എല്ലാം ഫുൾ സപ്പോർട്ടല്ല? അമ്മയും എല്ലാം വളരെ സപ്പോർട്ടാണ്. ഫുൾ സപ്പോർട്ടാണല്ലേ? ഓക്കെ, അപ്പൊ ഇത് ഫുള്ളായിട്ട് പുള്ളി ഇപ്പൊ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണ് എന്നോട് പറഞ്ഞത് അല്ലേ? ചെയിനൊക്കെ മുറുക്കുമ്പോൾ ഒരു ശാലം കട്ടി ഭയങ്കര ശാലം ഒരു ശക്തിയൊക്കെ പുതിയ വണ്ടിയുടെ അഴിക്കണമെന്നുണ്ട്. അപ്പൊ അതിനൊക്കെ പുള്ളി ഒരു ഇന്ന് ഇതാകണം. നാളെ പരീക്ഷയാണ് നമുക്ക്. ഓക്കെ, അപ്പൊ നാളെ എക്സാം ഉണ്ടല്ലേ? നീറ്റിന്റെ എക്സാം ആണല്ലേ? അപ്പൊ എന്താണല്ലോ അത് പാസ്സാവട്ടെന്ന് ആശംസിക്കുന്നു. ഇതൊരു ജോസഫേട്ടന്റെ സ്റ്റാഫാണ്, ഗിരീഷ് എന്നാണ് ആളുടെ പേര്. ചേട്ടാ എത്ര വർഷം ഇവിടെ വർക്ക് ചെയ്യുന്നത്? ഞങ്ങൾ ഒരുമിച്ച് മരക്കാരിലുണ്ടായിരുന്നതാണ്. മരക്കാർ നിർത്തിയപ്പോൾ ഞങ്ങൾ ഒരുമിച്ച്. ഇപ്പൊ മോളിൽ ചെയ്യുന്ന സമയത്ത് ചേട്ടൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്? ഇതിപ്പോൾ ആദ്യമൊക്കെ വന്ന് ഇപ്പോൾ നമ്മളൊരു തമാശ പോലെ വന്ന് കൂടെ നിൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് തമാശയ്ക്ക് വന്ന് നിൽക്കുന്നതല്ലേ സാധാരണ എല്ലാവരും വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെയൊക്കെയാണെന്ന് ഓർത്താൽ പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ നോക്കി അത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലായി ഇതിപ്പം എന്തോ ഇത് അതിനെക്കുള്ള ഗ്രാഹ്യമുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത പ്രാവശ്യം നോക്കുമ്പോഴത്തേന് അതിനെക്കുറിച്ച് പിന്നെ നമ്മൾ അന്ന് ചെയ്ത് ഇതല്ലേ അങ്ങനെയാണെന്നൊക്കെ പറയും. പിന്നെ നമ്മളൊരു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു സ്പാനറിൻ്റെ കാര്യം പറയുമ്പോൾ കറക്റ്റായിട്ട് ഇന്നകത്ത് ഇന്ന സ്പാനറുകൾ നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഇന്ന സ്ഥലത്ത് ഇതല്ലേ നമുക്ക് ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കൊരു ഇതാണ് ഹാപ്പിയാണ്. അപ്പോൾ നമ്മളോട് നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നത് നല്ല സോഷ്യലായിട്ട് അന്വേഷിക്കുമ്പോൾ നമ്മൾ പണി നമുക്ക് മുമ്പോട്ട് പോകുന്നത് നല്ല ഇതായിട്ട് നമ്മൾ ഒരു പ്ലസന്റ് ആയിട്ട് പോകും. നല്ലതാ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഒരു സപ്പോർട്ടാണ് നമ്മൾ പണി ചെയ്യുമ്പോഴത്തേന്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയാൽ മതി, ഒന്ന് ചെയ്തെല്ലാം കറക്റ്റ് ഒരു തവണ നമ്മൾ കാണിച്ചു കൊടുത്ത പിന്നെ പുള്ളി ചെയ്തു. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയാൽ മതി, വേറെ ഒരു കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് ജനറൽ സർവീസ് ഒക്കെ തന്നെ ചെയ്ത് വിടാറുണ്ടോ? ഓയിൽ ചേഞ്ചിങ്ങും എയർഫിൽറ്റർ ക്ലൈമുകൾ അതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ഇടയ്ക്ക് നോക്കിയാൽ മതി. അപ്പം ആരോഗ്യപ്രവർത്തനം ഇത്തിരി അഴിക്കാൻ ഒത്തിരി പാടൊക്കെയുണ്ട്. അതുകൊണ്ട് ചിലർ സപ്പോർട്ട് കൊടുത്ത് അത് ചെയ്താൽ വേറെ കുഴപ്പമില്ല. അപ്പം അതിന് നല്ലതായിട്ട് ചെയ്യും. അപ്പൊ ഇത് ദിയയുടെ മമ്മിയും അനിയത്തിയാണ്. നിങ്ങൾക്ക് എന്താണ് മോളുടെ ഈ ഒരു താല്പര്യത്തെ കുറിച്ച് പറയാനുള്ളത്? അച്ഛനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ ഇതെല്ലാം കണ്ടുപിടിച്ചു. അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റ് ആയി. കുഴപ്പമില്ല എന്ന് അച്ഛൻ്റെ കൂടെ സഹായിക്കാനിരിക്കുന്നത് നല്ല കാര്യമാണല്ലോ. അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ഏകദേശമൊക്കെ ഇതായി. പിന്നെ ഈ പഠിത്തത്തിൽ പുറകോട്ട് പോകാൻ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. ഇതൊരു പാഷനല്ലേ? എല്ലാണ്ട് നോക്കി തന്നെ ചെയ്ത് പിന്നെ പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ കാര്യം ഒരുപോലെ അവളെ നോക്കി തന്നെ ചെയ്യും. ഇപ്പൊ എക്സാം ഉണ്ട്. അതെ അതെ ചേച്ചി ലൈസൻസ് അവളെല്ലാ കാര്യത്തിനും ചേച്ചി പഠിക്കുക നമുക്ക് ലൈസൻസ് കുറെ കാലം എടുക്കും അല്ലേ? അതുകൊണ്ട് ചേച്ചിയാണ് അടുത്ത് 3 വർഷം. അപ്പൊ ചേച്ചി ഇപ്പം അടുത്ത ടെസ്റ്റ് ഉണ്ട്. അപ്പം ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രിപ്പ് പോകുന്നത് അമ്മയുടെ വീട്ടിലോട്ട് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പൊ മോനിത് പഠിത്തം കൂടാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ? ഞാൻ വീട്ടിൽ ചുരിദാറും സാരിയൊക്കെ ഡിസൈൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ.
എംബ്രോയിഡറി അല്ലേ? ഓക്കെ തയ്ച്ചു കൊടുക്കാൻ ഇനിയുണ്ട് അതൊക്കെ. ഓക്കെ, വർക്കപ്പോൾ വർക്കിലോട് അധികമാണ് അല്ലേ? സ്കൂള് തുറക്കുന്നതിന് മുമ്പ് തയ്ച്ചു കൊടുക്കാം. തയ്ച്ചു കൊടുക്കുന്ന സെറ്റപ്പിലൊക്കെ വന്നല്ലേ? ഇപ്പൊ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 10th കഴിഞ്ഞു. 10th കഴിഞ്ഞില്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും പഠിത്തം കൂടാതെ രണ്ടുപേരെങ്കിലും 2 ഐറ്റം കയ്യിലിരിപ്പുണ്ട്. അപ്പം ഇവരെല്ലാവരും വളരെ സപ്പോർട്ടാണ് ദിയയുടെ ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ എന്തായാലും ദിയയ്ക്ക് ലൈസൻസ് കിട്ടട്ടെ, നമ്മുടെ വീട്ടിലോട്ട് ഫസ്റ്റ് ട്രിപ്പ് പോകട്ടെ, അത് കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ അല്ലെങ്കിൽ വേൾഡ് ട്രിപ്പൊക്കെ പോകാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി. അപ്പോൾ നല്ലൊരു വീഡിയോ വരാമെന്ന് പ്രതീക്ഷയോടെ വിഷ്ണു താങ്ക് യു.